ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു റീയൂണിയന് ഉള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ റീയൂണിയൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതൊരു പാൽ റീഡിംഗ് ആണ്. രണ്ട് പാലുകൾ നമ്മളോട് വെച്ചിട്ടുണ്ട്. ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളറുമാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബ്ലാക്ക്, യെല്ലോ ഇതിൽ ഒരു പൈല് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം, നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം, ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കളറ് പെൻസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു പൈല് സെലക്ട് ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ എത്ര ശതമാനമാണ് ഈ ഒരു റീയൂണിയനുള്ള ചാൻസസ് ഉള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്കിടയിൽ എത്ര ശതമാനം ചാൻസസ് ആണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദ മൂൺ കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള കാർഡ്. ബ്ലാക്ക് പൈല്, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഉള്ള റീഡിംഗ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ്, അതുപോലെ തന്നെ നമുക്ക് 7 ഓഫ് Pentacles, 6 of Swords, then 5 of Cups, then 5 of Swords, okay, 4 of Pentacles, and 2 of Pentacles, Queen of Swords, 8 of Swords, 6 of Pentacles, ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് കൂടി നോക്കാം. മാസ്റ്റർ കാർഡ് ദ മജീഷ്യൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്കുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് റീയൂണിയൻ ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിന് എത്ര ശതമാനം ചാൻസസ് ആണ് ഉണ്ടാകാനായിട്ട് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു എനർജി എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. മൂൺ കാർഡ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഒരുപാട് വ്യക്തതയില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റി ഇല്ല, ഒന്നിനും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. പറയാതെ വെച്ച കുറേയേറെ ഫീലിങ്സുകൾ രണ്ടുപേർക്കും അങ്ങോട്ടും പറയാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്, ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു സത്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സുകളൊക്കെ ഇങ്ങനെ മറച്ച് തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മറഞ്ഞു തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ബന്ധത്തെ ശരിക്കും സെപ്പറേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടായ കാരണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ യഥാർത്ഥ ഫീലിങ്സുകളും സ്നേഹവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പം ഇപ്പോൾ സെപ്പറേഷനിലുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ശരിക്കും ഈ ഒരു പേഴ്സണ് എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കും ശരിക്കും ഒരു ഫീലിങ്സുകൾ ഇല്ലേ എന്നൊക്കെ നിങ്ങളും പലപ്പോഴും ആ യഥാർത്ഥ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് ഇപ്പൊ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ആ ഒരു എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കറന്റ് സ്റ്റാറ്റസ് ആയിട്ട് അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് ഈ ഒരു വേർപിരിയലിനെ കുറിച്ച് എന്താണ് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു കുറ്റബോധത്തിന്റെ ഒരു കാർഡാണ്. റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ കാർഡ് പ്രകാരം
നഷ്ടപ്പെട്ടു പോയി, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നതിനെ കുറിച്ചുള്ള ആ ഒരു നഷ്ടബോധം, അതിനെ ഓർത്തിട്ട് അവർ വിഷമിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പാസ്റ്റിലെ ഓർമ്മകളെ കുറിച്ച് ഒത്തിരി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ, നിങ്ങൾ ഒത്തിരി സ്നേഹവും കെയറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ഒത്തിരി അവർ വിഷമിക്കുന്ന ഈ ഒരു സമയത്ത് എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെ, ചില ആളുകളാണെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ അന്നേരം എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ പറഞ്ഞു, അങ്ങനെ ആ ഒരു ഇതിൽ ഞാനങ്ങ് പോയി എനിക്ക് ഒരു ഇങ്ങനെ ഈ ഒരു സെപ്പറേഷൻ സംഭവിച്ചു എന്ന് പോലും ചില സമയത്ത് ചില ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കുറെ മിസ്റ്റേക്കുകൾ വന്ന് ഇപ്പൊ സെപ്പറേഷനിലാണല്ലോ, അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് മാറി മറിഞ്ഞ് എല്ലാം ഒന്ന് ഓക്കെ ആയിരുന്നെങ്കിൽ എന്ന്, കാര്യങ്ങൾ വേറെ രീതിയിലൊക്കെ നടന്നിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്കിവിടെ 5 ഓഫ് കപ്സിന്റെ കൂടെ തന്നെ 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്ന റിലേഷൻഷിപ്പിലെ ചില തർക്കങ്ങളോ വേദനിപ്പിക്കുന്ന സംഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സെപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരു തർക്കങ്ങളെയൊക്കെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തർക്കങ്ങളൊക്കെ കൊണ്ട് അവരുടെ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നടക്കുകയാണ്, ഒരു വഴക്ക് അവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒത്തിരിയധികം ഹേർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഒത്തിരിയധികം അവഗണിക്കപ്പെട്ടു, ഞാൻ കൊടുത്തൊരു സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയില്ല. പക്ഷെ ഞാൻ ആ ഒരു സെയിം ടൈമിൽ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് കുറേയേറെ പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ട്, ഞാൻ ഈ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവിടെ റീയൂണിയന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ 4 ഓഫ് പെന്റിക്കിൾസും അതുപോലെ 8 ഓഫ് സോർട്സും എടുക്കാം. ഈ 2 കാർഡുകളാണ് ഇപ്പോഴത്തെ പ്രധാന ഒരു റീയൂണിയന് തടസ്സമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ അവര് ഓൾറെഡി ഈ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് അവരൊരു സമാധാനത്തിലേക്ക് പോയ പോലെ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ പോലെയൊക്കെ ആയിരുന്നു അവർക്ക് ആദ്യമേ തോന്നിയിരുന്നത്. ഇപ്പം അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകളും യഥാർത്ഥമായിട്ടുള്ള റിഗ്രറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഹൃദയം തുറക്കാനായിട്ട് അവർക്ക് കുറച്ച് പേടിയുള്ളത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അഥവാ ഇനി നിങ്ങളോട് അങ്ങനെ വന്ന് പറഞ്ഞ സ്നേഹത്തിലായി വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇനിയും വിഷമിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഹോപ്പുമില്ല, ഇനി വേദനകൾ മാത്രമാണോ വീണ്ടും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുക എന്നോർത്ത് അവർ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകളൊക്കെ അവർ അടക്കി വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ റീയൂണിയന്റെ ഒരു സാധ്യത നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. അതാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. പിന്നെ 8 ഓഫ് സോർട്സ് വന്നിട്ടുള്ളത് കൊണ്ട് അമിതമായിട്ടുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ്ങുകൾ എന്ന് നമുക്ക് പറയാം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സെനാരിയോസ് മനസ്സിൽ സൃഷ്ടിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവാം. ഇതൊക്കെയാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അത് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ അവരൊന്ന് നോക്കുമോ, എന്നെ അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ ഇനിയും ചെന്ന് സംസാരിച്ച് ആ പാസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഈ ഒരു റീയൂണിയനെ വീണ്ടും വൈകിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇനി റീയൂണിയനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ റീയൂണിയന് സാധ്യതകൾ കാണിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇതൊരു നല്ല സൂചനയാണ്. ഇത് കാണിക്കുന്നത് ഇരുവശത്തു നിന്നും ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബാലൻസ് ഉണ്ടാകുന്നു. അതുപോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറും എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകും എന്ന രീതിയിലുള്ള എനർജിയാണ് നമുക്ക് 6 ഓഫ് പെന്റക്കിൾസ് കാണിച്ചു തരുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ് കാണുന്നുണ്ടല്ലോ. നൈറ്റ് ഓഫ് കപ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു പ്രധാനപ്പെട്ട കാർഡ് തന്നെയാണ്. ഇത് പലപ്പോഴും സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള ഒരു മെസ്സേജ്, ഒരു കോള്, അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന രീതിയിൽ അപ്പോളജി പറഞ്ഞുകൊണ്ട് ഒരു പേഴ്സൺ വരിക, ഇമോഷണൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തുക, ഒരു റീകൺസിലേഷൻ പോലെയുള്ള ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തുക. ഇതൊക്കെ നമുക്ക് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതിനാൽ തന്നെ ഫ്യൂച്ചറിൽ വീണ്ടും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു എനർജി ഈ ഒരു സ്പ്രെഡിൽ ഈ 2 കാർഡുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 6 ഓഫ് സോഴ്സ് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു വേദനയിൽ നിന്ന് പതിയെ മുന്നോട്ടേക്ക് നീങ്ങാനുള്ള ഒരു എനർജിയാണ് നമുക്ക് 6 ഓഫ് സോഴ്സ് കാണിച്ചു തരുന്നത്.
അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കാര്യങ്ങൾ വേഗത്തിൽ നടക്കില്ല എന്ന് പറയുന്ന ഒരു കാർഡാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ കാത്തിരിപ്പ് ഇതിനാവശ്യമാണ്. ഈ ഒരു യൂണിയൻ ഉണ്ടാകണമെങ്കിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. കുറച്ച് സമയമെടുക്കും. കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അത് ഗ്രാജുവലായിട്ട് നടന്ന് അത് ഫ്ലോ ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. റീയൂണിയൻ നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു സത്യസന്ധതയോടുകൂടി നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കുറച്ചൊരു സത്യസന്ധതയോടെ വേണം ഇതിൽ നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ആദ്യം മുതൽ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അതിനൊരു ക്ലാരിറ്റി വേണം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. അതുപോലെ നിങ്ങളുടെ പേഴ്സണും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേഴ്സണെ എൻ്റെ ലൈഫിൽ ഹോൾഡ് ചെയ്ത് ഞാൻ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് എന്നത് ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ പഴയ പ്രശ്നങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം. ഫീലിങ്സുകളെക്കാൾ സത്യത്തിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം എന്നൊക്കെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരാം. റീയൂണിയൻ നടക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുന്നത്, അപ്പോൾ റീയൂണിയൻ എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ റീയൂണിയൻ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു റീയൂണിയന് എത്ര ശതമാനം, നമ്മളൊരു പെർസെൻറ്റേജ് കണക്കിൽ പറയുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ നമുക്ക് നോക്കാം. ഇതിൽ ക്യൂൻ ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് സോൾസ്, ഈ 4 കാർഡുകൾ നമുക്ക് റീയൂണിയന് സപ്പോർട്ട് ചെയ്യുന്ന കാർഡുകളാണ്. അതിനെക്കുറിച്ച് ചലഞ്ചസും തടസ്സങ്ങളുമായിട്ട് നിൽക്കുന്ന കാർഡുകളാണ് ദ മൂൺ കാർഡ്, 5 ഓഫ് സോൾസ്, 8 ഓഫ് സോൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം ഇവിടെയും 4 കാർഡുകൾ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാർഡിന്റെ ബാലൻസ് നോക്കുമ്പോൾ നമുക്ക് റീയൂണിയന്റെ ചാൻസസ് നമുക്ക് പറയാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു 60% to 70%, അല്ലെങ്കിൽ 50-50%, അങ്ങനെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 60% to 70%, അതായത് റീയൂണിയന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് ഉടനെ സംഭവിക്കുമെന്ന് ഒരിക്കലും കാർഡുകൾ പറയുന്നില്ല. ആദ്യം ഈ ഒരു സെപ്പറേഷന്റെ ഹീലിംഗ് കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ അതിനു ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. അതിനുശേഷം ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ആ ഒരു ഈഗോകളൊക്കെ നിങ്ങൾ വിട്ടുകളയണം. ഇതൊക്കെ ഇതിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു റീയൂണിയന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ കാർഡ്സിന്റെ ഒക്കെ ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവസാനിച്ച് നിൽക്കുന്ന ഒരു എനർജി അല്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയിട്ടില്ല എന്ന് കാണുന്നുണ്ട്. രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോഴും ആ പറയാതെ വെച്ച ഫീലിങ്സുകൾ, സ്നേഹമുണ്ട്. പക്ഷെ റീയൂണിയൻ നടക്കുന്നതിന് മുൻപ് ആ ഒരു നിങ്ങൾക്കുള്ള പേടിയും തെറ്റിദ്ധാരണയൊക്കെ മാറ്റി സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അതുപോലെ ക്ഷമയും സമയവും ഈ ഒരു ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലുകളാണ്. ശരിയായ സമയത്ത് ഒരു ഇമോഷണൽ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാർഡുകൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഈ ഒരു ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു കോണ്ടാക്ട് ലഭിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് സ്റ്റഡി. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ 1987, 1980, നമ്പർ 41, ലൈഫ് ചേഞ്ച്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഗ്രീൻ കളർ, ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട്. തെക്ക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 2 കിട്ടുന്നുണ്ട്. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസസ് ഉണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, ഒത്തിരി തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. നമ്പർ 45, അതുപോലെ തന്നെ ലെറ്റർ വി, നമ്പർ 22, ലെറ്റർ എസ്, മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. യോഗ എന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 22, നമ്പർ 23, നമ്പർ 52, നമ്പർ 13 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 55, നമ്പർ 12, അതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സെൻസിറ്റീവ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ
അതുപോലെ തന്നെ 2001 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ള റീഡിങ് ഇതാണ്. ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് യെല്ലോ കളറാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് എത്ര ശതമാനമാണ് ആ ഒരു റീയൂണിയനുള്ള സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. എത്ര ശതമാനം സാധ്യതയാണ് ഉള്ളത് റീയൂണിയന് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് 6 ഓഫ് കപ്സ് ആണ് അവിടെ കിട്ടുന്നത്. സെക്കൻഡ് കാർഡ് ദ മൂൺ കാർഡാണ്. ഓക്കെ, third card 3 of Pentacles, 7 of Pentacles, 6 of Swords, 4 of Swords, 8 of Pentacles, Page of Wands, 8 of Wands, 9 of Cups, King of Cups, 5 of Cups. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കാം. ദ ഹൈ പ്രിസ്റ്റസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇത് ഈ സ്പ്രെഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ 6 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാർഡാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു റീയൂണിയൻ കാർഡായിട്ട് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു കാർഡിനെ. അപ്പം പാസ്റ്റിലെ ആ ഒരു ഓർമ്മകൾ അവർ വിട്ട് കളഞ്ഞിട്ടില്ല. മറക്കാനായിട്ട്, നിങ്ങളെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം ഒത്തിരി ആ പേഴ്സൺ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ ഒരു ബോണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇന്നും ലൈവായിട്ട് തന്നെ നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ ഹൃദയത്തിൽ എടുത്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണക്ഷൻ സാധാരണ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ പോലെ നമുക്ക് തോന്നുന്നില്ല. മറിച്ച് നമ്മൾ തമ്മിൽ എന്തൊക്കെയോ ഒരു അപൂർവമായിട്ടുള്ള ഒരു ബാക്കി പത്രം എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ പോലെ ഒരു ഫീലിങ്സ് രണ്ടു വശത്തു നിന്നും ഉണ്ടാകാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു സെപ്പറേഷനിലും അത് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഈ ഒരു സെപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ ഉണ്ടായത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മൂൺ കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. മൂൺ കാർഡ് കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ വ്യക്തത കുറവുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരലും അത് തന്നെയാണ് കിട്ടിയത്. പറയാത്തതായിട്ടുള്ള കുറേ വികാരങ്ങളും തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും പല പല ആളുകളുടെ ഇന്റർഫിയറൻസ്, സംശയങ്ങൾ, അനിശ്ചിതത്വം, ഇങ്ങനെയൊക്കെ ഈ ഒരു ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചില കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ സംസാരിക്കപ്പെടാതെ പോയതിന്റെ ഫലമാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അവരിപ്പോൾ എന്താണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അവർക്ക് ഇന്നും പല പല വിഷമങ്ങളുണ്ട്. കൂടുതലായിട്ടും റിഗ്രറ്റ്സ് ആണ്. ഈ ഒരു സെപ്പറേഷൻ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്നേഹം തരാതിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു ഒത്തിരി വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി കുറ്റബോധമുണ്ട് അവർക്ക്. അവർ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, കാര്യങ്ങൾ ഒരു വേറെ രീതിയിലൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബന്ധം നഷ്ടപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു, അത്രയധികം എന്നെ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ അല്ലായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് കാണിക്കുന്നില്ല, അതെങ്കിലും ഉള്ളിൽ ഒരു ദുഃഖം ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവരുടെ ഫീലിങ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് ആണ് കാണുന്നത്. കിങ് ഓഫ് കപ്സും അതുപോലെ തന്നെ ഹൈ പ്രിസ്റ്റസ് കാർഡും കാണുന്നുണ്ട്. ഈ ഒരു രണ്ട് കാർഡുകൾ ഒരുമിച്ച് വന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു സൂചനയാണ്. കിങ് ഓഫ് കപ്സ് പറയുന്നത്
അവർക്ക് ഇപ്പോഴും നിങ്ങളോട് മച്ചുവർ ആയിട്ടുള്ള ഫീലിങ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ആഴത്തിലുള്ള ഒരു സ്നേഹമുണ്ട്. ഇമോഷണൽ കൺട്രോൾ അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഹൈ പ്രിസ്റ്റീസ് കാർഡ് കാണിക്കുന്നത് ഫീലിങ്സുകൾ മറച്ചു വെക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലുള്ളത് മുഴുവൻ പറയാതെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും ഒരു ഇൻറ്റ്യൂഷനിലൂടെ അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പലപ്പോഴും ഒരു എന്തൊക്കെയോ അവർക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ഒരു കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരെ നേരിട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനായിട്ടോ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു കണക്ഷൻ, ഒരു ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഫീലിങ്സുകൾ അവർക്ക് എപ്പോഴും നിങ്ങളോടുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടാകാം. എങ്ങനെയാണെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അവരുടെ ഒരു ബിഹേവിയർ ആയിരിക്കും, എങ്ങനെയാണെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇനി റിയൂണിയൻ ആയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, അതുപോലെ 8 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ ഒരു കാർഡുകൾ പറയുന്നത് റിയൂണിയൻ ഉണ്ടാകണമെങ്കിൽ കുറച്ച് എഫേർട്ട് ആവശ്യമാണെന്നാണ്. ഈ ഒരു ബന്ധം സ്വയം ശരിയാകുന്ന ഒരു കണക്ഷൻ അല്ല. അപ്പൊ നമ്മൾ ആദ്യം കണ്ട റീഡിങ്ങിലാണെങ്കിൽ പയൽ 1 ആണെങ്കിലും അത് തനിയെ ഗ്രാജുവലി എല്ലാം ഓക്കെ ആയിട്ട് വന്നോളും എന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെയാണെങ്കിലും നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു ആക്ഷൻ ഇടണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ് റീബിൽഡ് ചെയ്തെടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എന്നാൽ കാർഡുകൾ കാണിക്കുന്നത് അതിനുള്ള സാധ്യതയും താല്പര്യവും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അപ്പം എന്തായാലും ഇവിടെ ഒരു റീയൂണിയൻ സാധ്യമാകും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ടൈമിംഗ് എനർജി നോക്കുകയാണെങ്കിൽ 7 ഓഫ് പെന്റക്കിൾസ് അതുപോലെ 4 ഓഫ് സോൾസ്, ഇതൊരു സ്ലോ മൂവിങ് എനർജിയാണ്. കാർഡുകൾ പറയുന്നത് ഇപ്പോൾ ഹീലിംഗ് ഫേസ് ലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റിഫ്ലക്ഷൻ പീരീഡ് വരും, നിങ്ങളെ തന്നെ നിങ്ങൾ കാണുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ആ ഒരു സമയത്തിനൊക്കെ ശേഷം അതിനൊക്കെ കുറച്ചുകൂടെ സമയം ആവശ്യമാണ്. അപ്പോൾ അതാണ് ഒരു സ്ലോ മൂവിങ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇവിടെ റീയൂണിയൻ ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ നടക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ സാധ്യത നോക്കുമ്പോൾ പയൽ 1 കൂടുതൽ സാധ്യത ഈ ഒരു പയൽ 2 എന്ന് പറയുന്ന ഇതിലാണ്. അപ്പോൾ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ എന്ന് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് സ്പ്രെഡ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണുന്നത്. കാരണം പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 8 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇതൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ മെസ്സേജ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് നിങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങൾ പേഴ്സൺ വരുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാർഡുകളാണ് പേജ് ഓഫ് വാൻസും 8 ഓഫ് വാൻസും. 2 ഫയർ എനർജീസ് ആണ്. അപ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോൺടാക്ട്, സഡൻ ഒരു കോൺവെർസേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മുൻപ് പലപ്പോഴും സൈലന്റ് ആയിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺവെർസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണൂ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആ നിന്നുപോയ കാര്യങ്ങളെല്ലാം വീണ്ടും തുടങ്ങാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ 9 ഓഫ് കപ്സ് ഉണ്ട്. ഈ ഒരു സ്പ്രെഡിൽ ഏറ്റവും നല്ലൊരു കാർഡുകളിൽ ഒന്നാണിത്. അതായത് വിഷ് ഫുൾഫിൽമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ ഹാർട്ട് ഡിസയർ, ആ ഹൃദയത്തിന്റെ ആഗ്രഹം നിറവേറുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കാർഡ് വന്നത് റീയൂണിയന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു എനർജി തരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 6 ഓഫ് കപ്സ്, അതുപോലെ 3 ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്. ഇത്രയും കാർഡുകൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയ ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മൂൺ കാർഡ്, 5 ഓഫ് കപ്സ്, 4 ഓഫ് സോഡ്സ്, 7 ഓഫ് പെന്റക്കിൾസ്. ഈ ഒരു 4 കാർഡുകളാണ് ഇച്ചിരി ഒരു പ്രശ്നമായിട്ടുള്ള കാർഡുകൾ. അപ്പോൾ ഇതിൽ റീയൂണിയന്റെ സാധ്യത പെർസെൻറ്റേജ് പറയുമ്പോൾ നമുക്കൊരു 75% to 85% എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു 2 പയലിൽ നോക്കുമ്പോൾ നമുക്ക് പയൽ 2 പയൽ 1 ഒരു റീയൂണിയൻ എനർജി ശക്തമായിട്ട് കൂടുതൽ സാധ്യതകൾ കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം 6 ഓഫ് കപ്സും 8 ഓഫ് വാൻസും പേജ് ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ഇവയെല്ലാം ഒരു റീകണക്ട് ചെയ്യുന്ന ശക്തമായിട്ടുള്ള ഒരു സൂചനകളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു റീഡിങ്ങിന്റെ ഒരു ഫൈനൽ ഔട്ട്കം പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല.
പഴയ ഓർമ്മകളും ഫീലിങ്സുകളും ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ജീവനോടെ ഉണ്ട്, നിങ്ങളിൽ രണ്ടുപേരും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹീലിംഗ് പീരീഡിലൂടെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സമയത്ത് ഒരു ഡിവൈൻ ടൈമിന് ശേഷം വീണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്ന് തന്നെ കാണുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ ക്ഷമ ഉണ്ടാകണം, ക്ഷമ കാണിക്കണം കുറേ കാര്യങ്ങൾക്ക്. സ്വാഭാവികമായിട്ടും ആ ഒരു ക്ഷമ നിങ്ങൾക്ക് കൈവരും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ക്ഷമയോടുകൂടി സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫ്ലറിഷ് ആയിട്ട് വരും. അപ്പോൾ അത് ഒരു റീയൂണിയനിലേക്ക് തന്നെ നിങ്ങളെ നയിക്കും. അത് ഒരു റീയൂണിയനിലേക്ക് നയിക്കുന്ന ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരും എന്നുള്ളതാണ്. അപ്പോൾ പയൽ 1 പയൽ 2 ഒരു റീയൂണിയൻ, കോണ്ടാക്ട്, ഇമോഷണൽ റീകൺസിലേഷൻ എന്നീ തുടങ്ങിയ എനർജികളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട്, ശക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു എഫേർട്ട് ഇടണം എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ ഇട്ടുക. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഗോൾഡൻ കളർ, 1979, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 3, ചാരിറ്റി, നെക്സ്റ്റ് മന്ത്, ലെറ്റർ Y, നമ്പർ 37, 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. മോൺ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിൽ കവിളിൽ മറുകളുള്ള വ്യക്തികളാണ് ചാൻസസ് ഉണ്ട്. നമ്പർ 9, നമ്പർ 46, കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല എന്നുള്ള ആളുകളായിരിക്കും. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 48, 1983, നമ്പർ 23, 1995, നമ്പർ 43, ഗാർഡനിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1996, 1986, നമ്പർ 53, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 48 hours എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള വ്യക്തിയാകാനുള്ള ചാൻസസ് ഉണ്ട്. ലോയർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 6 കിട്ടുന്നുണ്ട്. 1977 കിട്ടുന്നുണ്ട്. ലെറ്റർ A കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.